അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുക? മലയാളത്തിലൊരു വേർഡ് തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ നമ്മൾ മംഗ്ലീഷായിട്ട് ചെയ്യില്ല, അങ്ങനെ ചെയ്താലുള്ള രാജ്യങ്ങൾക്ക് എതിരായിട്ടുള്ള പേരുകളാവരുത്, ഏതെങ്കിലും മതത്തിനെ വ്രണപ്പെടുത്തുന്ന പേരാവരുത്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നു. അതായത് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് കോർട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. നമുക്ക് സ്വാഗതം ചെയ്യാം ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് അഭിരാം ടി.കെ. നമസ്കാരം. അപ്പോൾ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്തൊക്കെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയാനായിട്ട് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഫില്ല് ചെയ്യുക. അത് ഓൺലൈനായിട്ട് തന്നെയാണ് ഫയൽ ചെയ്യണത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, നമുക്കിപ്പോൾ ഒരു കമ്പനിയാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനിയുടെ MOU, അതിൻ്റെ ബൈലോസ്, അത് ഫയൽ ചെയ്യാൻ ആരെയാണോ ഏൽപ്പിച്ചേക്കണേ അത് ഏൽപ്പിക്കുന്നതിൻ്റെ റെസൊല്യൂഷൻ. ഇപ്പോൾ ഒരു അഞ്ചാറ് ഡയറക്ടേഴ്സ് ഉള്ള കമ്പനിയാണെങ്കിൽ അതിന് ആർക്കാണോ ഇൻചാർജ് ഉള്ള അവർക്ക് ഏൽപ്പിക്കണം എന്നുള്ള റെസൊല്യൂഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. അതല്ല, നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം. ഈ റെസീപ്റ്റ്സ്, പഴയ അഡ്വർടൈസ്മെന്റ്, നമ്മൾ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഉപയോഗിച്ച് ട്രേഡ് മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രേഡ് മാർക്ക് അല്ല, ആ ഒരു മാർക്ക് പേര് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്, അത് ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ പേര് മനസ്സ് രജിസ്റ്റർ ആയാൽ മാത്രമേ നമുക്ക് ട്രേഡ് മാർക്ക് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയാണത്? അങ്ങനെയില്ല. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡെഫിനിഷനാണ്. അത് ഒരു ലോഗോയോ ഒരു പേരോ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കോമ്പിനേഷനോ എല്ലാം ആവാം. അല്ല, അതപ്പോൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണോ അതിന് വാലിഡിറ്റി ഉള്ളത്? അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? അല്ല, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. ഈ പറഞ്ഞ പെർമനന്റ് പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്ക് ബാക്കിയുള്ളവർ ഉപയോഗിക്കണതിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പാസിംഗ് ഓഫിന്റെ ഒരു റെമഡി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, പ്യൂമ, നൈക്ക്, അഡിഡാസ് പോലത്തെ ഒരുപാട് ബ്രാൻഡുകളുടെ ഷൂസുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ലോക്കൽ മാർക്കറ്റിൽ. നമുക്കറിയാം അവരുടെ ബ്രാൻഡിൻ്റെ ഒരു ലെറ്റർ മാത്രമായിരിക്കും മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ലോഗോയിൽ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരം ഒരവസ്ഥയിൽ എന്താ ഈ കമ്പനികൾക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും? അത് കമ്പനികളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു വെൽ നോൺ ക്ലാസിഫിക്കേഷൻ കിട്ടും ചില മാർക്കുകൾ. ഇപ്പോൾ കോൾഗേറ്റ് ഒരു വെൽ നോൺ ക്ലാസിഫിക്കേഷനാണ്. ഈ അഡിഡാസ്, പൂമ, ഇതൊക്കെ എല്ലാം വെൽ നോൺ ആണ്. ഇത് നമുക്ക് ഗ്ലോബലി ഐഡന്റിഫൈ ചെയ്യാവുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനെയും അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുവാണെങ്കിൽ മാത്രമാണ് അവരതിനെ പ്രതികരിക്കുകയുള്ളൂ. ഇപ്പം അവരുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ റേഞ്ച് ഉണ്ട്. അപ്പൊ അവർക്ക് അതിനെ എന്തെങ്കിലും ബാധിക്കുവാണെങ്കിൽ മാത്രമേ അവരെന്തെങ്കിലും തർക്കം ഉണ്ടാക്കുകയുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ ഒരു ചെറിയ എന്തെങ്കിലും ലോക്കലായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ അതിന്റെ പുറകെ പോകാൻ പോണില്ല. അവർക്കത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും അതിൽ നിന്ന് ഉണ്ടാക്കാനും പോണില്ല. ഇനി അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള റെമഡി ഓപ്പൺ ആണ്. സാധാരണ അങ്ങനെ നിൽക്കാറില്ല. ഈ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ബിസിനസിന്റെ തീം സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ട്രേഡ് മാർക്ക്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാട്ടിൻപുറത്തൊരു കട, ഒരു പെട്ടിക്കടയായിരുന്നു. അവിടെ നാടൻ ഊണ് എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ച് അവർ നാടൻ വിഭവങ്ങൾ എല്ലാം കച്ചവടം ചെയ്യുമായിരുന്നു. ഒരു കാരണവരാണ് അവിടെ ഇരുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലെ ഭക്ഷണ സാധനങ്ങളെല്ലാം വിറ്റു. അതിൻ്റെ ഒപ്പം തന്നെ സാധാരണ പ്ലാസ്റ്റിക് കവറിൽ ഒരു വെളുത്ത സ്റ്റിക്കർ ഒട്ടിച്ച് ഈ അച്ചാറ്, ചമ്മന്തിപ്പൊടി, ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വിറ്റു. ഈ ഹോട്ടലിന്റെ കൂടെ തന്നെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു 6,000-7,000 രൂപയുടെ ടേൺ ഓവറുള്ള കച്ചവടം ഉണ്ടായിരുന്നു ഈ പ്രൊഡക്ട്സിൽ നിന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ മകൻ ഗൾഫിൽ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി പുള്ളി ഒരു ബിസിനസ് ഒക്കെ പഠിച്ചു എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കി. ഈ അച്ചാറിന്റെയും ചമ്മന്തിപ്പൊടിയുടെയൊക്കെ കവറിങ് മാറ്റി അതിനൊരു പേരൊക്കെ ഇട്ട് കുറച്ചൊന്ന് പോഷാക്കി വിൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവരുടെ മാർക്കറ്റ് ഇടിഞ്ഞു. ഈ പറഞ്ഞ 6,000 രൂപ കച്ചവടം ഉണ്ടാകുന്ന സ്ഥലത്ത് പെട്ടെന്ന് 2,000 രൂപയുടെ കച്ചവടത്തിലേക്ക് താഴേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കണം. അവിടുത്തെ കസ്റ്റമേഴ്സ് അവിടുത്തെ ശരിക്കും ആ ബിസിനസിന്റെ തീം എന്ന് പറയുന്നത് നാടൻ ഫുഡാണ്. അപ്പോൾ നാടൻ ഫുഡിനെ കോൺട്രാഡിക്റ്റ് ആണ് ഇതുപോലുള്ള ഇതൊരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് വരുന്നവർ ആഗ്രഹിക്കുന്നത് എന്താ?
ആ നാടൻ നാടൻ സാധനങ്ങളെയാണ്. അപ്പോൾ നാടൻ സാധനങ്ങളെയാണ് ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ഇവിടെ ഒരു വലിയൊരു ആഡംബരമായിട്ടുള്ള കവറുകളും അതുപോലത്തെ സ്റ്റിക്കറുകളും ഒക്കെ വന്നപ്പോഴത്തേക്കും അതിന് ഡിമാൻഡ് കുറഞ്ഞു. അതെ അത് അവിടെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അവിടെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ സാധനം നേരെ ലുലു മാളിലാണ് ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ മാളുകളിലാണെങ്കിൽ ഇതിനേക്കാൾ അത് വില കൂടിയതാണെങ്കിലും അവർ അവിടെ ഒന്ന് മേടിക്കും. മേടിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു കടയിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ നാടൻ വിഭവത്തിനും ആ നാടൻ പാക്കിങ്ങിനും ഒക്കെയാണ് അതിന്റെ വില. അപ്പൊ ദുബായ് പോയ അദ്ദേഹം ബിസിനസ് പഠിച്ചു എന്ന് പറഞ്ഞതിന്റെ അപ്പൊ കാര്യമില്ല. അതാണ്. അപ്പൊ അത് ആ കസ്റ്റമേഴ്സിനെ സെറ്റ് ചെയ്യാനും അവിടുത്തെ എന്താണോ ശരിക്കും ആ ബിസിനസിന്റെ തീം അതറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ Branding കച്ചവടം ചെയ്യാൻ. അപ്പൊ ബ്രാൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. അത് എക്സ്പേർട്സിനോട് അതിന് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. ബ്രാൻഡിങ് എന്നുള്ള പേരിൽ പൈസ ഒരുപാട് വാരി ചെലവാക്കുന്നതിലും കാര്യമില്ല. നമ്മളത് ചെലവാക്കേണ്ട സ്ഥലത്ത് ചെലവാക്കണം. നമ്മളൊരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ ഈ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പല പ്രത്യേകതകളുണ്ട്. അതായത് ഒരു ഡിക്ഷണറി വേർഡ് ആവാൻ പാടില്ല. ആ പേര് ഒരിക്കലും അതിൻ്റെ ഗുഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പേരാവരുത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ രാജ്യങ്ങൾക്ക് എതിരായിട്ടുള്ള പേരുകളാവരുത്. ഏതെങ്കിലും മതത്തിനെ വ്രണപ്പെടുത്തുന്ന പേരാവരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു നന്ദിനി മിൽക്സ് ഇല്ലേ കർണാടകയിലെ, അതിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു പ്രോഡക്ട്സ്, അതായത് നന്ദിനി എന്നുള്ള മിൽക്ക് പ്രോഡക്ട്സുമാണ് അവർ അതിന് ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരാൾ കർണാടകയിൽ നന്ദിനിയുടെ പേരിൽ ഹോട്ടലെന്ന് തുടങ്ങി. അപ്പോൾ ഹോട്ടൽ തുടങ്ങി, ഇയാൾ സബ്സിക്വൻ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഹോട്ടൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് നന്ദിനി മിൽക്ക് ഓപ്പോസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തർക്കം വന്നു. അപ്പോൾ നന്ദിനി എന്നുള്ളത് ഇവർ കണ്ടുപിടിച്ച പേരല്ല, അതായത് പുരാണത്തിൽ ഒരു പേരാണ്. അപ്പോൾ ആ നന്ദിനി എന്നുള്ള പേരിന് ഒരിക്കലും ഒരു മൊണോപ്പൊളി അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദിനിയുടെ പ്രോഡക്ട്സ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്, ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഒരു കസ്റ്റമർ കൺഫ്യൂഷൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് നന്ദിനി എന്നുള്ള പേരിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് കോടതി വിധി വന്നു. അപ്പോൾ നമ്മൾ പേര് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൂടെ ഉണ്ട്. അതൊരു പണ്ട് അറിയപ്പെടുന്ന ഒരു പേരായിരിക്കരുത്. നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പേരൊക്കെ ആണെങ്കിലാണ് നമുക്കതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ട്രേഡ് മാർക്ക് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലും രജിസ്റ്റർ ചെയ്യാം, മലയാളത്തിലാണെങ്കിലും രജിസ്റ്റർ ചെയ്യാം. മലയാളത്തിലൊരു വേർഡ് തന്നെ അത് ഇംഗ്ലീഷിലേക്ക് ഇപ്പോൾ നമ്മൾ മംഗ്ലീഷായിട്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്താലുള്ള നിയമം? അങ്ങനെ ചെയ്താലും അവൻ്റെ ഉച്ചാരണം ഒന്ന് തന്നെയാണല്ലോ തന്നെ. അപ്പോൾ വിഷ്വലി വെർബലി ഒന്നും ഡിസെപ്റ്റീവ്ലി സിമിലർ ആവാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഫ്രിഞ്ച്മെന്റ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുക? അതായത് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് കോർട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അത് ഇപ്പോൾ 2019 അമെൻമെൻറ്റ് പ്രകാരം അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് 10 ലക്ഷത്തിൽ താഴെ ക്ലെയിമുള്ള കേസുകൾ കൊമേഴ്ഷ്യൽ കോർട്ടിൽ ഫയൽ ചെയ്യാമെന്നും പറഞ്ഞിട്ട്, കൊമേഴ്ഷ്യൽ കോർട്ട് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കോർട്ടാണ്. കൊമേഴ്ഷ്യൽ കോർട്ടിലാണ് 10 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ഫയൽ ചെയ്യേണ്ടത്. 10 ലക്ഷത്തിന് മേളിലാണെങ്കിൽ ജില്ലാ കോടതിയാണ് അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഡൽഹിയിൽ ഹൈക്കോർട്ടാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ നമുക്കൊരു ഇൻഫ്രിഞ്ച്മെൻ്റ് ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്യൂട്ടായിട്ട് ഒരു സിവിൽ സ്യൂട്ടായിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യണത്. അതെങ്ങനെ സാധാരണ വക്കീലന്മാരുടെ ത്രൂ ആണോ? അതെ, വക്കീലന്മാർ ത്രൂ ഫയൽ ചെയ്യാം. സിവിൽ സ്യൂട്ടായിട്ട് സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സിവിൽ സ്യൂട്ടായിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മളതിൽ നമ്മുടെ കോമ്പൻസേഷൻ കണക്കാക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നു. അതായത് ഇപ്പോൾ 2000 ഒരു ബിസിനസ് തുടങ്ങി, 2003 ആയപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2005 ആയപ്പോഴത്തേക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്. 2007 ആയപ്പോഴത്തേക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് 2008 ആയപ്പോഴത്തേക്ക് നമ്മൾ ടേൺ ഓവർ കുറഞ്ഞു. ഇതനുസരിച്ചുള്ള ആ ഒരു പാറ്റേണിൽ 2008 ആയപ്പോഴത്തേക്കും കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നടന്നു എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ 2008 ആയപ്പോഴത്തേക്ക് എത്ര രൂപ നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് കണ്ടെത്തിയിട്ട് അതിൽ വന്നേക്കണ കുറവ് ഇയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് ചോദിക്കാം. കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉള്ള ഒരു മേഖലയാണ് ട്രേഡ് മാർക്ക്. നമുക്ക് ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട് ഇതിൽ. ഒരു യൂഷ്വലി എത്ര ഇപ്പോൾ ഒരു തർക്കം വന്നാൽ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ എത്ര നാൾ കൊണ്ട് നമുക്കത്? അതിപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലൊന്നും ട്രേഡ് മാർക്ക് അത്ര അതിൻ്റെ ഈ ലിറ്റിഗേഷനൊന്നും അത്ര ഒരു പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ ഒക്കെ വളരെ പോപ്പുലർ ആണ്. അവിടെ പെട്ടെന്ന് തന്നെ കേസുകൾ തീർപ്പാക്കാറുണ്ട്. ഇവിടെ കോടതികളിൽ ട്രേഡ് മാർക്ക് കേസുകൾ അധികം പോപ്പുലർ അല്ലാത്തതുകൊണ്ട് കോടതികളും വേണ്ടത്ര ഒരു പരിഗണന നൽകാറില്ല. അതുകൊണ്ട് തന്നെ വൈകി പോവാറുണ്ട്. അതിൽ വക്കീലന്മാർക്കുള്ള അറിവ് കുറവുണ്ട്.
ഇത് നടത്തിയുള്ള എക്സ്പീരിയൻസ് കുറവുണ്ട്. അതായത് കേരളത്തില് സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഉള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം. അതെ, അവിടെ കൂടുതൽ കമ്പനികളെല്ലാം അവിടെ ഉണ്ട്, കൂടുതൽ ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെയാണ് ട്രേഡ് മാർക്കിന്റെ കൂടുതൽ നടക്കണം. ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ് ട്രേഡ് മാർക്കിന്റെ കേസിന്. ഈ UK ആണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ സാധനങ്ങൾ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒപ്പോസ് ചെയ്യണത് നമുക്കറിയാം. നമ്മൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവര് അറിയാം. അപ്പൊ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് UK, അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ. പിന്നെ ഈ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, മിന്ത്രക്കെതിരെ ഒരു കേസ് വന്ന് ഓർക്കുന്നുണ്ടോ? അതിന്റെ ചിഹ്നത്തില് അത് ലേഡീസിനെതിരാണ്, ലേഡീസിന്റെ എന്തോ ഒരു എതിരാണെന്ന് പറഞ്ഞ പബ്ലിക് പോളിസിക്ക് എതിരാണെന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നു. എന്നിട്ട് അവർക്ക് എംപ്ലോയ് മാറ്റേണ്ടിയൊക്കെ വന്നു. അപ്പൊ അതുപോലെ ഇമ്പോർട്ടൻസ് പുറത്തുണ്ട്, പക്ഷെ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ആയി വരുന്നേ ഉള്ളൂ. ഭാവിയിൽ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ട്രേഡ് മാർക്കിന്റെ കാര്യം ഡിജിറ്റൽ അസറ്റ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ വെബ്സൈറ്റ് ഉദാഹരണത്തിന് സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ഇഷ്യൂ വരാൻ സാധ്യത? അതുകൊണ്ട് അതിൻ്റെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ്. അപ്പോൾ ആ സിമിലർ ആയിട്ട് അത് ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു സർവീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഡിസെപ്റ്റീവ്ലി സിമിലർ ആണെങ്കിൽ വെബ്സൈറ്റും ഇതുപോലെ ഇൻഫ്രിഞ്ച്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് അപ്പം തന്നെ വെബ്സൈറ്റ് തന്നെ അബാൻഡൻ ചെയ്യാറുണ്ട്. അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടുതൽ ഈ സർവീസ് പ്രൊവൈഡർ തന്നെ അതെ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റം തന്നെ ചെയ്തിട്ട് ഇല്ലാതാക്കും. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒരു ഇന്റലക്ച്വൽ അസറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോപ്പി റൈറ്റും ട്രേഡ് മാർക്കും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുക? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കലയുമായി ബന്ധപ്പെട്ടാണ് കോപ്പിറൈറ്റ്. അതായത് നമ്മളൊരു കഥ എഴുതി, അല്ലെങ്കിൽ ഒരു കവിത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസൈൻ, ഒരു ചിത്രം, ഇതിനെല്ലാം ആണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അത് വൺസ് നമ്മളത് ആ ഒരു രചന നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് എവിടെയും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എവിടെയും പബ്ലിഷ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു സിനിമയുടെ കഥയാണെങ്കിൽ നമുക്ക് എങ്ങും പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള എഴുത്തായിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് നമുക്കതിൽ. അപ്പോൾ ഇതെങ്ങനെ തെളിയിക്കും? ഇപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, മറ്റൊരാളത് സിനിമയാക്കി വിചാരിക്കും, എൻ്റെ അറിവില്ലാതെ. അപ്പോൾ ഞാനിത് പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് എഴുതിയെന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തതായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സാക്ഷികൾ വേണം. നമ്മളിത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും സാക്ഷികളെ കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മറ്റേ സിനിമ സ്ക്രിപ്റ്റിനൊക്കെ ഇപ്പോൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ അവരുടെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ട്രേഡ് മാർക്കിന്റെ നിയമവശങ്ങളെ കുറിച്ച് ഇത്രയേറെ അറിവുകൾ മൈഫ് ഇന്ത്യയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയ അഡ്വക്കേറ്റ് അഭിരാമിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം. താങ്ക് യു.